ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് UGC നെറ്റിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ഞാൻ വിൻഡോ വൈസ് ഷെയർ ചെയ്യാം. അപ്പം റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ആ മൊഡ്യൂളിൽ വരുന്നതില് നമുക്ക് ലാസ്റ്റ് വരുന്നത് നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് നമ്മൾക്ക് ഉള്ളത് ആർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ആർ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വിച്ച് ഇസ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. SPSS ഉണ്ട്, പൈത്തൺ ഉണ്ട്. അതുപോലെ അതിൽ തന്നെ ഫ്രീ ആയിട്ട് വരുന്നതും മോസ്റ്റ് പോപ്പുലറും കുറച്ചുകൂടെ ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ആറില് ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഫെമിലിയർ ആയിരിക്കും. ദെൻ അഗെയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ആറിന്റെ ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീനാണ് നമ്മുടെ ആറിന്റെ ഫസ്റ്റ്, അതായത് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ആർ കൺസോൾ എന്ന് പറയുന്നത്. ഈ ആർ കൺസോളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡുകൾ, അതായത് ആറിൽ നമ്മൾ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ കോഡ് എന്നാണ് പറയുന്നത്. ആ ആർ കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് കളറിൽ ഒരു മാർക്ക് കാണാം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നേരെ, അതായത് ഇപ്പൊ ഞാൻ എക്സ് അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആറിലുള്ള എൻട്രീസ് ഒക്കെ, അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ടോ എന്താ. അപ്പൊ ഈ ആറിലുള്ള എൻറ്റിറ്റീസിന്, അതായത് ആറ് ക്രിയേറ്റ് ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന എൻറ്റിറ്റീസിനെ നമ്മൾ ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആർ കൺസോൾ എന്നാണ് ഈ ഒരു വിൻഡോനെ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണുന്ന വിൻഡോനെ നമ്മൾ ആർ കൺസോൾ എന്നാണ് പറയുന്നത്. ഈ ആർ കൺസോളിലാണ് നിങ്ങൾക്ക് ഡാറ്റ ഡയറക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ഇതിൽ തന്നെ എന്ത് ചെയ്യും, നേരെ എന്റർ അടിക്കുന്ന സമയത്ത്, അതായത് കോഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് എന്റർ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി വരും. അതല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഡും എഴുതിയ ശേഷമാണ് ഔട്ട്പുട്ട് ഓരോന്ന് റൺ ചെയ്ത് നമ്മൾ റൺ ചെയ്യുക എന്നാണ് പറയുക. ഓരോ കോഡും എന്റർ അടിക്കുക, അതായത് ഒരു കോഡിന്റെ നേരെ നമ്മുടെ കേഴ്സർ വെച്ചിട്ട് നമ്മൾ എന്റർ അടിക്കുന്ന സമയത്ത് എന്താവും, ആ കോഡ് റൺ ആവുക എന്നാണ് പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഫയലിൽ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് ന്യൂ സ്ക്രിപ്റ്റ് എന്ന് കാണാം. അത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിനാണ് ആർ എഡിറ്റർ എന്ന് പറയുന്നത്. ഈ ആർ എഡിറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഡുകൾ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി എന്റർ ചെയ്ത് വെക്കാം. അതായത് ജസ്റ്റ് ഇതെന്താണ്, നമ്മുടെ ഒരു നോട്ട് പാഡ് പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ച ശേഷം ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ആർ കൺസോളിലേക്ക് റൺ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഞാൻ എക്സ് ഈക്വൽ ടു CO 1,2 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ആണ്. എക്സ് എന്ന് പറയുന്നതിന് ഞാനൊരു വെക്ടർ ആക്കി ആറിൽ സേവ് ചെയ്തതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. എനിക്ക് ഇത് ആർ കൺസോളിലേക്കാണ് റൺ ചെയ്യേണ്ടെങ്കിൽ ഞാൻ എന്റെ കേഴ്സർ ഈ ലൈനിൽ വെച്ചിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, നിങ്ങൾക്ക് റൺ, മുകളിൽ കാണാം റൺ ലൈൻ ഓർ സെലക്ഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാം, റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തു, ആർ കൺസോളിലേക്ക് റെഡ് കളറിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ ഫോർമാറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. എക്സിനെ നിങ്ങൾക്ക് പ്രത്യേകം കാണണം എന്നുണ്ടെങ്കിൽ എക്സ് എന്ന് വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എക്സ് എന്നുള്ളത് ആർ കൺസോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2 അതൊരു വെക്ടർ ആണ്. അപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിന് ഞാൻ മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ ഈ കാണുന്ന ആറിന്റെ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മുടെ ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോ എൻലാർജ് ചെയ്യാൻ സോറി. ഓക്കെ, ഇതാണ് ആർ കൺസോൾ കേട്ടോ. ആർ കൺസോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോഡുകൾ റൺ ചെയ്യുന്നത്. ആൻഡ് ആർ എഡിറ്റർ എന്ന് പറയുന്നതിന്റെ ഫയലിലാണ് നമ്മൾ ആർ എഡിറ്റർ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ആർ എഡിറ്റർ. ഇവിടെ നിങ്ങളുടെ കോഡുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ എഴുതണമെങ്കിൽ അതൊക്കെ ഇതിൽ എഴുതി വെക്കാം. അതൊരു ഹാഷ്ടാഗ് യൂസ് ചെയ്താൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് പഴയ ഫോമാണ്, അതായത് പഴയതെന്നല്ല, കറന്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർ സ്റ്റുഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കറന്റ്ലി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആറായാലും ആർ സ്റ്റുഡിയോ ആയാലും അതിൽ നമ്മൾ കൊടുക്കുന്ന കോഡിനോ ഔട്ട്പുട്ടിനോ അങ്ങനെ ഒന്നും എന്തില്ല, വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഇവിടെ ഞാൻ ആർ സ്റ്റുഡിയോ ആണ് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണുന്ന വിൻഡോ എന്ന് പറയുന്നതാണ് ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ആർ സ്റ്റുഡിയോ എന്നുള്ളതിൽ നിങ്ങൾക്ക് 4 ഡിവിഷൻ ആയിട്ട് കാണാം. ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്ന സമയത്ത് നിങ്ങൾ ഇതിപ്പോ ഞാന് കോഡ്, അതായത് നമ്മുടെ ക്ലാസ്സിന് ആവശ്യമുള്ള കോഡുകൾ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, അവിടെ നിങ്ങളൊരു ആർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി കാണാവുന്നത് ഇതെല്ലാം ഒന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ട്, ഇതിൽ സെക്കൻഡ് വൺ, അതായത് ഈ താഴെ കാണുന്ന ആള് ബ്ലാങ്ക് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് മൊത്തം ഒറ്റ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. ഈ 4 ഡിവിഷൻസിൽ ഈ ആദ്യത്തേത് വരുന്നത്, അതായത് ഈ ഒരു സെക്ഷൻ, ഈ ഞാൻ ഇപ്പൊ കേഴ്സർ വെച്ചിട്ടുള്ള ഈ കോഡ് എഴുതിയിട്ടുള്ള ഭാഗം, ഞാനിപ്പോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം, അതാണ് നമ്മുടെ നേരത്തെ കണ്ടതിൽ ആർ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് ആർ സ്റ്റുഡിയോയുടെ ആർ എഡിറ്റർ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കോഡുകളും അതുപോലെ കമന്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കോഡൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ കാണാം, റൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലൊക്കെ ഇപ്പൊ ആർ കോഡ് ഫോർ സിമുലേഷൻ, അൺടൈറ്റിൽഡ് 11, പിന്നെ ഇനാർ 1R, ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള എന്റെ ആർ കോഡുകളുടെ ഫയലാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടൊക്കെ എന്താണ്, എനിക്ക് നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കോഡിലേക്ക് എത്താൻ പറ്റും. അതായത് ആർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് ആറിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താ പറയാ, കുറച്ചുകൂടി നിങ്ങളുടെ ടൈമും അതേപോലെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂട്ടാൻ പറ്റുന്ന, ടൈമും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ആർ ആണ് ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എന്റെ കോഡുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഫസ്റ്റ് വിൻഡോ ആണ്. അത് ഞാൻ ഒന്നും കൂടെ എൻലാർജ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ എന്റെ കോഡുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ആർ എഡിറ്റർ. ഈ കോഡ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഇത്. ഞാൻ ഇപ്പം മുകളിലായിട്ട് ഇപ്പൊ 2 സെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇതിന്റെ താഴെയുള്ള ഭാഗമാണ് എന്ത്, ആർ കൺസോൾ എന്ന് പറയുന്നത്. ഇവിടെയുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. അത് ജസ്റ്റ് ആർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ദെൻ ഇവിടെയും നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു കേഴ്സർ കാണാം. ആ കേഴ്സർ വരുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മുകളിലുള്ള കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കോഡ് റൺ ആവുള്ളൂ. ചില സമയത്ത് നമ്മുടെ കോഡുകൾ ഇൻകംപ്ലീറ്റ് ആണ് എങ്കിൽ, അതായത് ആറിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, ഒരു കോഡ് കംപ്ലീറ്റ് ആണ്, നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു ഓരോന്നിനും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് അവിടെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർ എന്ത് കാണിക്കും, എറർ കാണിക്കും. ആ എറർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിങ്ങളുടെ കൊടുത്ത ഫംഗ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ് എങ്കിൽ അവിടെ എന്ത് വരും, ഒരു പ്ലസ് സൈന് അടുത്ത വരിയിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മൾ കൊടുത്തതിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പ്രശ്നമാണ് എങ്കിൽ ആർ എന്ത് ചെയ്യും, ഒരു എറർ ആയിട്ട് താഴെ റെഡ് കളറിൽ എഴുതി കാണിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ കോഡുകൾ റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൻഡ് ഇവിടെ കാണുന്ന ഈ തേർഡ് വിൻഡോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കാണാം, എൻവയോൺമെന്റ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്, ട്യൂട്ടോറിയൽ. അപ്പൊ ഈ ഹിസ്റ്ററി അല്ല എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു കോഡുകളൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യുന്ന ചില ഒബ്ജക്ട്സുകൾ ഉണ്ട്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു ആറിന്റെ ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തും മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ ഒബ്ജക്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്തോട്ടെ, അതൊരു എന്താണ്, ഒബ്ജക്ട് തന്നെയാണ്. ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തോട്ടെ, ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെന്താണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്ട്സ് എന്തൊക്കെയുണ്ടോ, അതായത് നിങ്ങളിപ്പോ ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്താലും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താലും ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്താലും അതൊക്കെ നമ്മുടെ ഈ എൻവയോൺമെന്റിൽ വരും. ഇപ്പൊ റോ TY എന്നൊക്കെ നിങ്ങൾ കാണുന്നത് ഞാൻ ഇവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എന്റെ കോഡിൽ ഞാൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒബ്ജക്ട്സുകളുടെ മാത്രം ജസ്റ്റ് ഇവിടെ കോളായി വന്നതാണ്. ഇനി നമ്മൾ ഇത് ഓരോന്ന് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ പറ്റും. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ എന്തൊക്കെ കോഡുകൾ റൺ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരുവിധം, അതായത് ലാസ്റ്റിലേക്കുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണക്ഷൻസും ട്യൂട്ടോറിയലും നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ. ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ സ്റ്റുഡിയോന്റെ ഒരു പ്രത്യേകത, അത് ആറിലായാലും ഉണ്ട് ആർ സ്റ്റുഡിയോയിലും ഉണ്ട്.
ഇതിന്റെ ബേസിക് ട്യൂട്ടോറിയൽ തൊട്ടിട്ടുള്ള ഒരുവിധം എല്ലാ കമാൻഡ്സും, അതായത് ജനറലി ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് ആറിൽ തന്നെ അവൈലബിൾ ആണ്. അതിന് നമുക്ക് പോവേണ്ടത് ഹെൽപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആർ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഇതൊന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻ ഇൻട്രൊഡക്ഷൻ ടു ആർ എന്ന് പറയുന്നതിന്റെ മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? എല്ലാത്തിന്റെയും ലെക്ചർ നോട്ട്സ് വിത്ത് എക്സാമ്പിൾസും എന്താണ് ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബേസിക് നോട്ടുകളും ബേസിക് ആയിട്ടുള്ള കോഡിന്റെ എല്ലാ ഐഡിയകളും നിങ്ങൾക്ക് കിട്ടാനുള്ള നോട്ട്സ് ഒക്കെ എന്ത് തന്നെയാണ് ആറിൽ ഇറ്റ്സെൽഫ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്കിപ്പോ സപ്പോസ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ആറിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, ഇപ്പം ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ ഇപ്പം ഇതില് സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ആറിന്റെ കൺസോളിൽ തന്നെ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാനും പറ്റും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് സെർച്ച് ചെയ്താലും മതി. എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് അതിൽ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ അറിയണമെങ്കിലും ആറിന്റെ ഒരു ഹെൽപ്പിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണെന്ത്? ഈ ആർ കൺസോളിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എനിക്കിപ്പം മീൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് നമ്മുടെ ആറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ കൊടുക്കുക. ഞാൻ പുതിയതായിട്ട് ഇപ്പൊ ആറ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നോക്കിയ സമയത്ത് എനിക്ക് ആവശ്യമുള്ള കോഡിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടു, മീൻ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കണ്ടു. എന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എങ്കിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് മീൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആറിന്റെ കേസിൽ എന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തപ്പം ഇവിടെ നിങ്ങൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡോക്യുമെന്റേഷൻ എനിക്ക് ഇവിടെ കിട്ടി. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചു എന്താണ് മീൻ ഓഫ് എന്ന് പറയുന്നത്, എനിക്ക് ഒട്ടും അറിയില്ല എന്താണ് അതിന്റെ പാർട്സ് എങ്ങനെയാണ്, എനിക്ക് എന്താണ് ആ ഫംഗ്ഷന്റെ ഒരു യൂസ് എന്താണ് ഒന്നും എനിക്ക് അറിയില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. മീൻ ഓഫ് എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ അരിത്മെറ്റിക് മീൻ ആണ് ആറില് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഡോക്യുമെന്റേഷനിൽ പറയുന്നുണ്ട്. ഇനി ആ ഡോക്യുമെന്റേഷനിൽ പറയപ്പോ ഈ ഫംഗ്ഷൻ ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഓരോ പാർട്സും പ്രത്യേകം അറിയണം, എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് ഇപ്പൊ നിങ്ങൾക്ക് മീൻ ഓഫ് ഇവിടെ ഒരു എക്സ് യൂസേജ് കാണുന്നത് ഇവിടെ, അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ അടക്കം മീൻ കാണാം. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ആക്കി അവർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആറിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വന്നിട്ടില്ല എങ്കിൽ അവരെന്നെ പറയുന്നത് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ ഞാൻ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് മീൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് എങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പൊ ഇവിടെ മീൻ എന്ന് പറയുന്ന ആ വേർഡ് എന്തിലൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹെൽപ്പ് നിങ്ങൾക്ക് ആറിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിക്കുക. അത് വന്നിട്ടില്ലെങ്കിൽ ഡബിൾ ക്വസ്റ്റ്യൻ മാർക്കിൽ ട്രൈ ചെയ്യാം. അതിലും വന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആറില് അതിന്റെ ഡോക്യുമെന്റേഷൻ അവൈലബിൾ അല്ല എന്നുള്ളതാണ് മീനിങ്. അത് അവിടെ ഓട്ടോമാറ്റിക്കലി പറയും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നമ്മളൊരു ബേസിക് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. വെക്ടർ ഞാൻ ഈ മീൻ പറയുന്നതൊക്കെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതെന്താന്നുള്ളത് ഓരോന്നും പ്രത്യേകം എടുത്ത് പറഞ്ഞുതരാം. ഇനി നാലാമത് നിങ്ങളിപ്പോ ഈ ഡോക്യുമെന്റേഷൻ ഒക്കെ വന്ന് കാണുന്ന ഈ ഒരു വിൻഡോ, അവിടെ നിങ്ങൾക്ക് ഹെൽപ്പിന്റെ ഈ ഡോക്യുമെന്റേഷൻ വരുന്നതായിട്ട് കാണാം. പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് കാണാം, പ്ലോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഫയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫയൽ ഇതിൽ സേവ് ചെയ്തതിന് ആറിലേക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്ലോട്ട്സുകളൊക്കെ നമ്മൾ വരയ്ക്കാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആർ ഉപയോഗിക്കുന്നുണ്ട്. പ്ലോട്ടുകൾ വരച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന സെക്ഷനാണ് പ്ലോട്ട്സ് എന്ന് പറയുന്നത്. പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആർ സോഫ്റ്റ്വെയറിൽ യൂസർ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരുപാട് ഡാറ്റ സെറ്റും എന്താണ് ഈ ആറിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പഴയ ഒരുപാട് ഡാറ്റ സെറ്റ്. അങ്ങനെ ഇപ്പൊ നമ്മൾ യൂഷ്വലി പാക്കേജ് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന, അങ്ങനെ നമ്മളൊരു പാക്കേജ് എന്ന് പറയുന്നത് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയി. അതേപോലെ തന്നെ ആറിനുള്ള ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ പാക്കേജ്, ആ പാക്കേജിന്റെ അകത്ത് ഇപ്പം ടൈം സീരീസ് എന്ന് പറയുന്നതിന്റെ ഒരു പാക്കേജ് എടുക്കാം. അതിന് ടി സീരീസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, ടൈം സീരീസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പൊ ഈ പാക്കേജിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൈം സീരീസിന് വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകം ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആയിക്കോട്ടെ, മോഡലുകൾ ആയിക്കോട്ടെ, ഡാറ്റാ സെറ്റുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ആ പെർട്ടിക്കുലർ പാക്കേജിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ആ പാക്കേജ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിന്റെ ലൈബ്രറിയെ നിങ്ങൾ കോൾ ചെയ്യുകയും ചെയ്യാണ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കോഡിന്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ എല്ലാ സേവ് ചെയ്ത ഡാറ്റ സെറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ കാണുന്നതിൽ നിങ്ങൾക്ക് ഇതില് ഓൾറെഡി ആറില് അതായത് ആറ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പാക്കേജസും ഉണ്ട്. പ്ലസ് ഞാനിപ്പം എനിക്ക് ചെയ്യേണ്ട സമയത്ത് എനിക്ക് എന്തെങ്കിലും പാക്കേജ് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുള്ള പാക്കേജസുകൾ ഇവിടെ ഒരുപാടെണ്ണം കാണും. ഇപ്പൊ ഈ ആദ്യത്തെ നോക്കാം, എ ബൈൻഡ് ഒക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള പാക്കേജ് തന്നെയാണ്. അപ്പൊ എ ബൈൻഡ് എന്ന് പറയുന്ന പാക്കേജിന്റെ അകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡാറ്റാ സെറ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എ ബൈൻഡിന്റെ അകത്ത് മാത്രം സേവ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ സപ്പോസ് ഞാൻ ഇവിടെ ആർ കൺസോളിലോ ആർ എഡിറ്ററിലോ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്തെന്ന് വിചാരിക്കാം. ആ സമയത്ത് അവർ പറയും എന്താണ്, ആ ഫംഗ്ഷൻ നോട്ട് ഫൗണ്ട്. ഓക്കെ, ദാറ്റ് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഇസ് നോട്ട് ഫൗണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പർട്ടിക്കുലർ പാക്കേജിനെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ആർ കൺസോളിലേക്ക് കോൾ ചെയ്തിട്ടില്ല. അത് കോൾ ചെയ്യണമെങ്കിൽ ആർ സ്റ്റുഡിയോയിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത് വന്നിട്ടുണ്ട്. എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ലൈബ്രറി ഓഫ് എ ബൈൻഡ്. ലൈബ്രറി ഓഫ് എ ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പാക്കേജിന്റെ ലൈബ്രറി മീൻസ് നമ്മളൊരു പർട്ടിക്കുലർ മീനിങ് തന്നെ ഉണ്ട്. ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ റെഫറൻസും ഒക്കെ ഉള്ള ഒരു ലൈബ്രറി. അതേപോലെ തന്നെ എ ബൈൻഡ് എന്ന് പറയുന്ന പാക്കേജിന്റെ ലൈബ്രറിനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൺസോളിലേക്ക് കോൾ ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ എന്താണ്, ഈ എ ബൈൻഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പാക്കേജിന്റെ എല്ലാ ഫങ്ഷൻസും ഡാറ്റാ സെറ്റും എന്തൊക്കെയുണ്ടോ അതിൽ അതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളത് കോൾ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ എന്താ പറ്റുക, നിങ്ങൾ ആ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡാറ്റാ സെറ്റിനെ ഉപയോഗിക്കുന്ന സമയത്ത് അവര് പറയും അങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡാറ്റാ സെറ്റ് എന്തല്ല, നോട്ട് ഫൗണ്ട് എന്നുള്ള രീതിക്ക് അത് ഒരു എറർ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഒരു പാക്കേജ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ആറില്. അപ്പൊ ആറില് ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പാക്കേജസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ക്രാനിലാണ്. ക്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആർച്ചീവ് നെറ്റ്വർക്ക് എന്നാണ് പറയാം. ക്രാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്രിഹെൻസീവ് ആർച്ചീവ് നെറ്റ്വർക്ക്. ആ ക്രാനിലാണ് നമ്മുടെ എല്ലാ പാക്കേജസും, അതായത് യൂസർ ക്രിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ പോയി നിങ്ങൾക്ക്, അതായത് ഇപ്പം പാക്കേജിന്റെ പേര് അറിയാമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടുത്തെ ഇൻസ്റ്റാൾ ഇവിടെ കണ്ടോ, ആർ സ്റ്റുഡിയോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സംഭവങ്ങൾ. ഇപ്പം ഇവിടെ കാണാം ഇൻസ്റ്റാൾ ഫ്രം ക്രാൻ. അപ്പൊ ക്രാനിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ക്രാനിലാണ് എല്ലാ പാക്കേജസും അവൈലബിൾ ആയിട്ടുള്ളത്. സപ്പോസ് എനിക്ക് ടൈം സീരീസ് എന്ന് പറയുന്ന ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്റെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ കൊടുക്കാണ്, ഇവിടെ ഈ പാക്കേജസിന്റെ അവിടെ ഞാൻ ടൈം സീരീസ് എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ ടി സീരീസ് എന്നൊക്കെ പറയുന്ന പാക്കേജ് ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള പാക്കേജസ് ആണ്. ടി സീരീസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ഡിഫറെന്റ് പാക്കേജ് ആണ് എങ്കിലും നിങ്ങൾക്ക് അതിന്റെ പേര് അറിയാമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി താഴെ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കി എന്താ പറയാ പാക്കേജസിന്റെ പേരുകളൊക്കെ വരും. സപ്പോസ് ഇപ്പം അങ്ങനെ കാണുന്നില്ല, എൻ്റെ ഓൾറെഡി പാക്കേജ് അവൈലബിൾ ആയിട്ടായിരിക്കണം. നിങ്ങൾക്ക് ആ പാക്കേജ് അറിയാമെങ്കിൽ ഇപ്പൊ അടിച്ചു നോക്കാം. ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള പാക്കേജ് തന്നെയാണ്. ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജ് അതിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പാക്കേജ് നമുക്ക് വിത്ത് ഓൾ അതിന്റെ അകത്തുള്ള എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അടക്കം ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വേറൊരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ഡോട്ട് പാക്കേജസ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ദാറ്റ് പാക്കേജ് ഓഫ് എന്ന് പറഞ്ഞ് ഡബിൾ ഇൻവേർട്ട് കോമയുടെ അകത്ത് ഏത് പാക്കേജ് ആണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഡബിൾ ഇൻവേർട്ടറിന്റെ അകത്ത് ഏത് പാക്കേജ് ആണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അതിന്റെ പേര് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ കൺസോളിൽ എന്താ കറസ്പോണ്ടിങ് പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന്റെ എല്ലാ സപ്പോർട്ടിംഗ് ഫങ്ഷൻസും ഡാറ്റാ സെറ്റുകൾ ഉണ്ടെങ്കിൽ അതും അങ്ങനെ
എല്ലാം എന്തായിക്കോളും ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പം ആർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർ എന്ന് പറയുന്നതിന്റെ ഒരു ഇപ്പം ഞാൻ ലാസ്റ്റ് എൻ്റർ ചെയ്തതിന്റെ കോഡ് ഉണ്ടല്ലോ, ഇൻസ്റ്റാൾ ഡോട്ട് പാക്കേജ്, അത് ഞാൻ കംപ്ലീറ്റ്ലി അടിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ എന്ത് ചെയ്യാം, ആ കോഡ് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും. അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ട കോഡ് എന്നുണ്ടെങ്കിൽ ആർ സ്റ്റുഡിയോ ആയതുകൊണ്ടുള്ള ഈ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് നിങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ പോപ്പപ്പ് ആയി വരുന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ സെർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് എഞ്ചിനിൽ അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ബാക്കി വരില്ലേ റിസൾട്ടുകൾ, അതേപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യും, ആ കോഡ് പോപ്പപ്പ് ആയിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള എന്ത് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ആർ എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാം, ഡാറ്റ അനാലിസിസിനൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റയെ നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. അതായത് ആറിലേക്ക് നമ്മുടെ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് ബാക്കി എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഡാറ്റയിലുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മൾ ഈ ആറിൽ ക്രിയേറ്റ് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ എൻറ്റിറ്റീസിനെയും ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ പെടും, വെക്ടേഴ്സ് പെടും, മെട്രിക്സസ് പെടും, ഫംഗ്ഷൻസ് പെടും, ലിസ്റ്റുകൾ പെടും, ഫാക്ടേഴ്സ് പെടും, അതൊക്കെ എന്ത് തന്നെയാണ്, നമ്മുടെ ഒബ്ജക്ട്സ് തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം ഡാറ്റ ഇൻപുട്ട് മെത്തേഡിൽ കാണിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഓർഡറിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, മൂന്നാമത്തെ എലമെന്റ് എന്നുള്ള രീതിയിൽ ആ വെക്ടർ എന്ന് പറയുന്നതിന് എന്തുണ്ട്, അതിന്റെ പൊസിഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു ഡാറ്റ ഇൻപുട്ട് മെത്തേഡുകളിൽ ഇപ്പം എ ഈക്വൽ ടു, അതായത് ഒരു വെക്ടർ ആയിട്ടാണ് നിങ്ങൾക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ക്യാപിറ്റൽ എ എന്നാണ് ഇപ്പോൾ ഈ വെക്ടറിന്റെ പേര് കൊടുത്തത്. ആർ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നിങ്ങളിപ്പം സ്മോൾ എ കൊടുത്താലും ക്യാപിറ്റൽ എ കൊടുത്താലും അതെന്ത് തന്നെയാണ്, ആറിന് രണ്ട് ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് എ എന്ന് പറഞ്ഞ ജസ്റ്റ് സിംപ്ലി എ എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളിപ്പോ ഈ വെക്ടറിന് ക്യാപിറ്റൽ എ എന്നുള്ളൊരു പേര് കൊടുത്തു, എന്നിട്ട് താഴെ പോയിട്ട് സ്മോൾ എ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർ എന്ത് പറയും, എറർ കാണിക്കും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എ ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഒരു കമ്പൈൻ ഫംഗ്ഷൻ ആണ്. അതായത് വെക്ടർ നമ്മുടെ ആറിൽ എൻ്റർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ഈ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സീന്റെ അകത്ത് നമ്മൾ ആ വെക്ടറിന്റെ എലമെന്റ്സിനൊക്കെ ഇങ്ങനെ കോമ ഇട്ടിട്ടാണ് എഴുതി കൊടുക്കുക. അപ്പൊ ക്യാപിറ്റൽ എ എന്നാണ് ഞാൻ എന്ത് കൊടുത്തിട്ടുള്ളത്, എന്റെ വെക്ടറിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എ ഈക്വൽ ടു മീൻസ് എന്താണ്, ഈ വെക്ടർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ ഈ ഈക്വലിന്റെ റൈറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൈൻ ചെയ്യാണ് ഈ എലമെന്റ്സിനെയൊക്കെ. അപ്പൊ ഞാൻ എലമെന്റ്സ് ഇപ്പൊ ജസ്റ്റ് 1 2 3 4 5 6 എന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ അതിനെ റൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം അത് കൺസോളിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ എ എന്ത് ചെയ്തു, റൺ ചെയ്തു. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എ എന്നാണല്ലോ പേര് കൊടുത്തത്. ഞാൻ ഈ കൺസോളിൽ സ്മോൾ എ കോൾ ചെയ്യാണ് എന്ന് കരുതാം. അപ്പൊ അവിടെ കണ്ടോ ഒരു എറർ കാണിച്ചു, എന്താണ്, ഒബ്ജക്റ്റ് സ്മോൾ എ നോട്ട് ഫൗണ്ട്. അതായത് എന്റെ വെക്ടറിന് ഞാൻ കൊടുത്ത പേര് ക്യാപിറ്റൽ എ എന്നാണ്, ഞാൻ വിളിച്ചത് സ്മോൾ എ ആണ്. അപ്പൊ അവര് പറഞ്ഞു എന്ത്, സ്മോൾ എ നോട്ട് ഫൗണ്ട്. അതായത് കേസ് സെൻസിറ്റീവ് ആണ് ആർ എന്ന് പറഞ്ഞത്. സ്മോൾ എയും ക്യാപിറ്റൽ എയും എന്ത് തന്നെയാണ്, രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എഗെയിൻ എ എന്ന് പറയുന്ന നമ്മുടെ വെക്ടറിനെ കോൾ ചെയ്യുന്ന സമയത്ത് എ എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അതായത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഒബ്ജക്ട് എന്താണെന്നുള്ളത് അവിടെ കാണിച്ചു തരും. ഇനി ഡാറ്റ ഇൻപുട്ടിന് തന്നെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫോമാണ് ഞാൻ കാണിച്ചത്, എ ഈക്വൽ ടു സി ഓഫ്. അതായത് സി ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈക്വൽ ടു ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വെക്ടറിനെ എൻ്റർ ചെയ്തു. ഇതേപോലെ എനിക്കിപ്പോ 1 2 3 4 5 6 എന്ന് ഇങ്ങനെ എണ്ണി എഴുതാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിനെ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കും. അത് വെക്ടറിന്റെ അകത്താകുമ്പോഴാണ് നമുക്ക്, അതായത് സി ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് 1 to 6 ഇങ്ങനെ 1 ഇതിന് നമ്മൾ ആ റേഷ്യോ സൈന് to 6 എന്ന് കാണിക്കാം. ഇത് തന്നെ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂട്ടീവ് നമ്പേഴ്സിനെയും നിങ്ങൾക്ക് തരും. ഓക്കെ, 1 മുതൽ ഇപ്പൊ 6 പകരം 10 വരെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 10 എന്ന് കൊടുത്താൽ മതി. അപ്പൊ എ ഈക്വൽ ടു എന്തായിട്ട് വരും നോക്കാം. എ എന്തായിട്ട് വരും, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനെ എനിക്ക് തന്നു. അപ്പൊ ഞാൻ 1 2 3 എന്ന് സെപ്പറേറ്റ്ലി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 മുതൽ 10 വരെയുള്ളതിന് എന്ത് കൊടുത്തു, 1 to 10. 1 to 10 എങ്ങനെ കൊടുത്തത്, 1 ആ ഒരു റേഷ്യോന്റെ സൈന് 10 എന്ന് കൊടുത്തു. അപ്പൊ എ എന്ന് ഞാൻ പറയുന്നത്, എനെ ഞാൻ എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാണ്. ഓക്കെ, അതിനെ നമ്മൾ കോൾ ചെയ്യാണെന്ന് പറയും. അപ്പൊ ഞാൻ വെക്ടർ ക്യാപിറ്റൽ എ എടുത്തു, ക്യാപിറ്റൽ എ എന്ന് കോൾ ചെയ്തു.
വെക്ടർ സ്മോളേ കൊടുത്തു, അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ലെങ്ത് 6 തന്നെ ആക്കി മാറ്റാണ്. കാരണം ഞാൻ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് അത് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യം സ്മോളേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൺ ചെയ്തത് 1 മുതൽ 10 വരെയായിരുന്നു. അപ്പൊ ഞാൻ സ്മോളേ കോൾ ചെയ്ത സമയത്ത് എനിക്ക് 1 മുതൽ 10 വരെയുള്ള ആൾക്കാരെ ഇവിടെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ വീണ്ടും മാറ്റി, സ്മോളേ എന്ന് പറയുന്നതിന് 1 മുതൽ 6 വരെയാണെന്നാണ്. ആ സമയത്ത് അത് എന്ത് ചെയ്തു, 1 മുതൽ 6 വരെയുള്ള എലമെന്റ്സിനെ തന്നെ. അപ്പൊ എ എന്ത് ചെയ്തു, അവിടെ എനെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സ്മോളേ എന്തായി, 6ൽ നിന്നും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. ഇപ്പം പുതിയ സ്മോളേ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓപ്പറേഷനിലും എന്ത് ചെയ്യുന്നത്, 6 യൂസ് ചെയ്യാം. ഇനി ഇതേപോലെ സ്മോൾ എ എന്ന് മാത്രം കോൾ ചെയ്യാതെ നിങ്ങൾക്ക് പ്രിന്റ് ഓഫ് എ എന്ന് കോൾ ചെയ്താലും എന്ത് കിട്ടും, ഇതേ എന്റെ തന്നെ, അതായത് പ്രിന്റ് ഓഫ് എ എന്ന് പറഞ്ഞ് നിങ്ങൾ കോൾ ചെയ്യുന്നതും എ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നതും ഇൻ എഫക്റ്റ് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്ടർ എൻട്രി ചെയ്യാൻ ആണ് ഞാൻ ഇവിടെ സി ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീക്വൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ഒരു വെക്ടറിനെ എൻറ്റർ ചെയ്യാം. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ 1 മുതൽ 6 വരെയുള്ള എലമെന്റ്സിനെ കിട്ടാൻ വേണ്ടി 1:6, അതായത് സി ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് 1 മുതൽ 6 വരെയുള്ള എലമെന്റിനെ കിട്ടാൻ 1:6 എന്നാണ് ഞാൻ കൊടുത്തത്. അതേസമയം സീക്വൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അപ്പൊ ഈ ഫംഗ്ഷൻസ് എന്താണ്, ഈ ആറിന്റെ അകത്ത് ഇൻബിൽട്ട് ആണ്. ഇൻബിൽട്ട് മീൻസ് എന്താണ്, ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അപ്പൊ അതന്നെ പ്രത്യേക ഒരു പാക്കേജ് നിങ്ങൾ കോൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ആറിന്റെ ബേസിക് പാക്കേജുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഫങ്ഷൻസ് ആണ് എന്ത്, സി ഓഫ് എന്ന് പറയുന്നതും അതേപോലെ സീക്വൻസ് എന്ന് പറയുന്നതും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോ സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയാൻ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ സീക്വൻസ് ഓഫ് എന്ന് കൊടുക്കുക. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിന്റെ അകത്ത് വരുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം കൊടുക്കണം, ടു കൊടുക്കണം. ബൈ എന്ന് പറയുന്നത് എന്താണ്, എത്ര എലമെന്റ്സിന് നമ്മൾ, അതായത് ഇപ്പം നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സിൽ നിങ്ങൾക്കിപ്പോ ഒറ്റ സംഖ്യ, അതായത് ഓഡ് നമ്പേഴ്സ് മാത്രമാണ് ആവശ്യം എന്ന് കരുതും. അപ്പൊ ബി എന്ന് പറയുന്ന ഒരു വെക്ടറെ ഞാൻ എൻറ്റർ ചെയ്യാണ്, സീക്വൻസ് ഓഫ്. അപ്പൊ എനിക്ക് 1 മുതൽ 10 വരെയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഓഡ് നമ്പേഴ്സിനാണ് ആവശ്യം. അപ്പൊ ഞാൻ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, 1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. കാരണം 1, 3, 5, 7, 9 അത്ര എലമെന്റ്സിനെയാണ് എനിക്ക് കിട്ടേണ്ടത്. ആ വെക്ടറിനെ ഞാൻ ബി എന്നാണ് കൊടുക്കുന്നത്. ആ ഒബ്ജക്റ്റിന്റെ പേര് ബി ആണ്, ഓഡ് നമ്പേഴ്സിന്റെ വെക്ടറാണ്. സോ 1 നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രമിന് ഞാൻ എന്ത് കൊടുത്തു, 1 കൊടുത്തു. അപ്പൊ ഇതെന്താണ്, ഫ്രം ആണ്. ടു എവിടെ വരെ വേണം, 10 വരെ വേണം. y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് എലമെന്റ്സിനെ എടുക്കാതെ ഓൾട്ടർനേറ്റീവ്, അതായത് 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടത് ആരെയാണ്, രണ്ടാമത്തെ എലമെന്റിനെയാണ്. അതായത് 2വിനെ എടുക്കരുത്, 3നെ എടുക്കണം. പിന്നെ 4നെ എടുക്കാതെ 5 എടുക്കണം. അതായത് രണ്ട് സ്റ്റെപ്പ് അപ്പുറത്താണ് നമുക്ക് ആൾക്കാർ ആവശ്യമുള്ളത് ഓഡ് നമ്പേഴ്സ് കിട്ടണമെങ്കിൽ. അപ്പൊ ഞാൻ സീക്വൻസ് ഓഫ് 1 to 10 y ഈക്വൽ ടു 2 എന്നുള്ളൊരു മീനിങ് ആണ്. ഇത് ഫ്രം ആണ്, ഫ്രം ഈക്വൽ ടു 1 ആണ്, 2 ഈക്വൽ ടു, അതായത് 1 മുതൽ 10 വരെയുള്ളതിൽ എനിക്ക് ഓഡ് നമ്പേഴ്സിനെയാണ് ആവശ്യം. അപ്പൊ ആദ്യം ഞാൻ 1 എടുത്തു, പിന്നെ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെടുക്കില്ല, 2 എന്ന് പറഞ്ഞ എലമെന്റ് എടുക്കില്ല, പകരം 3 എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ കോഡ്. അപ്പൊ ബി ഈക്വൽ ടു സീക്വൻസ് ഓഫ് കൊടുത്തു. ദെൻ പ്രിന്റ് ബി എടുക്കുമ്പോൾ അവിടെ എന്താ വന്നത്, ഓഡ് നമ്പേഴ്സ് ആണ് വന്നത്. ഇതിന് പകരം ഫ്രം 2 മുതൽ 10 വരെ y ഈക്വൽ ടു 2 ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ബി എന്തായി, ഈവൻ നമ്പേഴ്സിന്റെ ഒരു വെക്ടർ ആയിട്ട് മാറി. അപ്പൊ ആ ഒബ്ജക്ട്സിൽ നിങ്ങൾ കോഡുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സിയും സീക്വൻസും ഒക്കെ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഉള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതിന് ഓരോന്നിനും എന്തുണ്ട്, പർട്ടിക്കുലർ ഫോമുകളുണ്ട്. അപ്പൊ സീക്വൻസിൽ എനിക്ക് 2 മുതൽ 10 എന്നുള്ളതിന് ഞാൻ ഫ്രമും ടൂവും, അതായത് ഞാൻ ഫ്രം എന്ന് പ്രത്യേകം എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ 2 ഇട്ട് കൊടുത്താൽ തന്നെ എന്ത് മനസ്സിലാവും, 2 മുതലാണ് ഞാൻ തുടങ്ങേണ്ടത്. അടുത്ത പൊസിഷനിൽ 10 ഇട്ട് കൊടുത്താൽ ഞാൻ എന്ത് മനസ്സിലാവും, 10 വരെയുള്ള ആൾക്കാരെ ഞാൻ എടുത്താൽ മതി. പിന്നെ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, എത്ര ആൾക്കാർ കഴിഞ്ഞിട്ടാണ്, അതായത് 1 കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അടുത്ത ആൾ എടുക്കാതെ അതിന്റെ അപ്പുറത്തെ ആൾ എടുക്കുക, 2 സ്റ്റെപ്പ് പോകണം. ഇനി അത് ഈക്വൽ ടു 3 ആണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എലമെന്റിനെ ആയിരിക്കും എന്ത് തരുന്നത്, കറസ്പോണ്ടിങ് ബി തരുന്നത്. 2, 5, 8, അതായത് 2 കഴിഞ്ഞു, പിന്നെ 3നെയും 4നെയും സ്കിപ്പ് ചെയ്തിട്ട് 5 ആണ് എടുത്തത്, പിന്നെ 6ഉം 7ഉം സ്കിപ്പ് ചെയ്തിട്ട് 8 ആണ് എടുത്തത്. അപ്പൊ നിങ്ങൾ അവിടെ കോഡ് കൊടുക്കുമ്പോൾ ഇനി ബൈ ഈക്വൽ ടു എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും ഈ സീക്വൻസ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യത്തെ ആൾ എന്താണ്, ഫ്രം പൊസിഷൻ, രണ്ടാമത്തെ ആൾ 2 പൊസിഷൻ, പിന്നത്തെ ആൾ എന്താണ്, എത്ര സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ആ പൊസിഷനിൽ ഇപ്പൊ നമ്മൾ ഫ്രം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും അത് എന്താക്കി എടുത്തോളും, ഇതാണ് എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഇതാണ് എന്റെ എൻഡ് എന്നുള്ള രീതിക്ക്
ഓട്ടോമാറ്റിക്കലി അത് റീഡ് ചെയ്ത് എടുത്തോളും. ഓക്കെ, ഇത് കോഡുകൾ തന്നെയാണ് നമ്മൾ സാധാ ആറിൽ ഉപയോഗിക്കുന്നത്. സാധാ ആറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോ ഒരു ആർ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ആർ സ്റ്റുഡിയോ ഉപയോഗിക്കാതെ ആർ ഉപയോഗിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കോഡുകൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുക. കാരണം ആർ സ്റ്റുഡിയോ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ പോപ്പപ്പ് ആയിട്ട് അതിന്റെ മുകളിൽ അതിന്റെ ബാക്കി വരും. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോഡിന്റെ കംപ്ലീറ്റ് ഫോം നമുക്ക് വലിയൊരു എന്താ പറയാ, നമ്മൾ ആ പഠിച്ചു വരാൻ കംപ്ലീറ്റ്ലി നമുക്കൊരു ഐഡിയ കിട്ടാത്ത രീതിയിലേക്കാണ് വരുന്നത്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഐഡിയ ആയി കഴിഞ്ഞാൽ ആർ സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരിക അങ്ങനെയായിരിക്കും. ദെൻ വേറൊരു ഡാറ്റ ഇൻപുട്ട് മെത്തേഡ്. ഇപ്പൊ രണ്ട് രീതി, ഇവിടെ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എക്ക് എ ഈക്വൽ ടു എന്നാണ് കൊടുത്തത്, സ്മോൾ എക്കും ഈക്വൽ ടു എന്നാണ് കൊടുത്തത്. ഇനി ഇതേപോലെ ബിക്ക് വന്ന വ്യത്യാസം നിങ്ങൾ നോക്കാം. ഇവിടെ ഒരു ആരോ മാർക്ക് ആണുള്ളത്, അതായത് ഇവിടെ ആരോ വന്നിട്ടുള്ളത് ടുവേർഡ്സ് ബി ആണ്. അതായത് ഈ സീക്വൻസ് എന്താണ്, ഈ സീക്വൻസ് ആണ് ബി. അപ്പൊ ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നതും ആരോ മാർക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻജെക്ട് ചെയ്തു. അതായത് ഈ സീക്വൻസസ് ഇൻജെക്റ്റഡ് ടു ബി. അപ്പൊ ഈ ഒരു മീനിങ്ങും ഈക്വൽ ടു മീനിങ്ങും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും കൊടുക്കാം. ഈ ബി എന്ന് പറയുന്നതിന് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം, സീക്വൻസ് ഓഫ് 2,10,3. ആദ്യം ഒരു മൈനസ് ഇടാ, ഗ്രേറ്റർ ഇടാ ടി. ഇതും എന്തെന്നെയാണ് നിങ്ങൾക്ക് തരാം, നേരത്തെയുള്ള സെയിം റിസൾട്ട് തന്നെയാണ് തരാം. കണ്ടോ? അപ്പൊ ആരോ മാർക്ക് എങ്ങോട്ടാണുള്ളത്, ഇത് ടുവേർഡ്സ് ബി ആണ്. നേരത്തത് കണ്ടോ, അതിന്റെ നേരത്തെ വ്യത്യാസം അവിടെ താഴെ കാണുന്നത്. ഇവിടെ കണ്ടോ, ആരോ മാർക്കിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് ആ ആരോ, അതായത് ഇൻജെക്ട് ചെയ്തു, ആ ഫംഗ്ഷനെയാണ് നമ്മൾ ബിയിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഈക്വൽ ടു കൊടുത്താലും ഈ രണ്ട് ആരോ മാർക്ക് കൊടുത്താലും അതെന്ത് തന്നെയാണ്, ഡാറ്റ ഇൻപുട്ടിൽ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അസൈൻ ചെയ്യാം ഒരു ഒബ്ജക്റ്റിന്റെ പേര്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന അടുത്ത ഒബ്ജക്റ്റിന്റെ പേര് സി എന്നാണെന്ന് വിചാരിക്കാം. ആ സി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് ഇപ്പം ഒരു വെക്ടർ ആണ് ഞാൻ കൊടുക്കുന്നത്, ആപ്പിൾ, ഓറഞ്ച്, മാംഗോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത് ന്യൂമറിക് വാല്യൂ അല്ല, ഒരു എന്താണ് ഒരു കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നോമിനൽ ആയിട്ടുള്ള ഒരു ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എന്നുള്ള പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ഇൻവെർട്ടറിന്റെ അകത്ത് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കണം. ആപ്പിൾ എന്ന് നേരെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എററാണ് കാണിക്കുക. അപ്പൊ ന്യൂമറിക് വാല്യൂസ് അല്ലാതെ ഇങ്ങനത്തെ എന്തെങ്കിലും പെർട്ടിക്കുലർ എന്താ പറയാ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോമിനൽ ആയിട്ടുള്ള വേർഡ്സ് വരുന്ന സമയത്ത് നമ്മൾ ആറിൽ എങ്ങനെ എൻ്റർ ചെയ്യണം, ഡബിൾ ഇൻവെർട്ടറിന്റെ അകത്ത് എൻ്റർ ചെയ്യണം. അപ്പൊ ഞാൻ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ ഇതാണ് എന്റെ സി എന്ന് പറയുന്ന ഒരു വെക്ടർ. അപ്പൊ അങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ വേറൊരു ഡാറ്റ ഇൻപുട്ട് മെത്തേഡ് ഉപയോഗിച്ചത് അസൈൻ ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അസൈൻ ചെയ്യാനാണ്. എന്തിനെ? അപ്പൊ അസൈൻ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മോഡൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, വെക്ടറിന്റെ പേര് നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക, വെക്ടറിന്റെ ഫോം എന്താണോ അത് രണ്ടാമത്തെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ വെക്ടർ അല്ല ഒരു മെട്രിക്സ് ആണെങ്കിൽ അത് അവിടെ ഇട്ട് കൊടുക്കുക, ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ അസൈൻ ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ അതിന്റെ പേര് എന്താണോ അതാണ് ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കേണ്ടത്. ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ കറസ്പോണ്ടിങ് സെക്കൻഡ് പൊസിഷൻസിൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ അസൈൻ ഓഫ് ഫംഗ്ഷൻ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സി കോൾ ചെയ്തത്. കണ്ടോ, സി കോൾ ചെയ്ത സമയത്ത് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എന്ന് വന്നു. അപ്പൊ ഇതൊക്കെ ഡാറ്റ ഇൻപുട്ടിനുള്ള ഡിഫറെന്റ് മെത്തേഡുകളാണ്.